പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഉണ്ടാക്കുക. അതിനായി 3 പൊട്ടറ്റോ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 2 സവാള 2ആയി കീറി ചെറുതായി അരിഞ്ഞത്, ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു തണ്ട് കറിവേപ്പില, ക്രഷ് ചെയ്ത ഉണക്കമുളക്, കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ, കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയാണ് നമുക്ക് ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഒരു കട്ടിംഗ് ബോർഡ് എടുത്ത് പൊട്ടറ്റോ നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്യും. സ്ലൈസായി അരിഞ്ഞ് പൊട്ടറ്റോ ഇതുപോലെ തിന്നായി അരിഞ്ഞെടുക്കാം. ബാക്കിയും കൂടെ അരിയാം. ഉരുളക്കിഴങ്ങെല്ലാം അരിഞ്ഞ് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു കടായി അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചായച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. കൂടെ തന്നെ കറിവേപ്പിലയും. ചെറുതായി ഒന്ന് മൂത്താൽ മതി. ചെറുതായി മൂത്തിട്ടുണ്ട്. ഈ സ്പൂണിന് 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത മുളക് കൂടെ ചേർക്കാം. അത് ഈ ഓയിലൊന്ന് കിടന്ന് മൂക്കട്ടെ. മതി. ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള 2 മീഡിയം സവാളയാണ്. കൂടെ പെട്ടെന്ന് കറിവേപ്പിലെല്ലാം കളറ് മാറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം നല്ല ചൂടാണ്. അതുകൊണ്ട് ഇന്നലെ വാങ്ങിച്ച കറിവേപ്പിലയാണ്. പക്ഷേ നിറം പെട്ടെന്ന് മാറി. ഉള്ളി ചെറുതായി ഒന്ന് വഴണ്ടാൽ മതി. ഈ സമയം നമുക്ക് സൈഡിലോട്ട് മാറ്റിയിട്ട് പൊടികളെല്ലാം ചേർത്ത് ഓയിലൊന്ന് മിക്സ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് നമുക്ക് ഈ എണ്ണയിലൊന്ന് മൂപ്പിക്കാം. സമയം നമുക്ക് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞ ഉരുളക്കിഴങ്ങ് ചേർക്കാം.
1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഉരുളക്കിഴങ്ങെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 6-7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് തുറക്കുമ്പോൾ പൊട്ടറ്റോ എല്ലാം ഒരുവിധം വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ചേർക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. തുറന്ന് വെച്ച് ഇനി ഇളക്കാം. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ആദ്യം നമ്മൾ 1 ടീസ്പൂൺ ചേർത്തിരുന്നു. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. പൊട്ടറ്റോ എടുത്ത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് മീഡിയം ഫ്ലെയിം ആക്കാം. പൊട്ടറ്റോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പൊട്ടറ്റോ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് പൊടിച്ച് നോക്കാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പൊട്ടറ്റോ മെഴുക്കുവരട്ടി റെഡി. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. പാത്രത്തിൻ്റെ അടപ്പ് തുറക്കാം. പൊട്ടറ്റോ മെഴുക്കുവരട്ടി എല്ലാം നല്ലപോലെ വെന്ത് തണുത്തിട്ടുണ്ട്. ഈ സമയം നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം.
പൊട്ടറ്റോ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്.